എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഭരണഘടനയിലെ പൗരത്വം എന്ന് പറയുന്ന ഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പൗരത്വം നമ്മൾ SCERT കൊടുത്ത ഒരു വാചകമാണിത്. അരിസ്റ്റോട്ടിൽ പറഞ്ഞതാണ്. ഒരു രാഷ്ട്രത്തിൻ്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏതൊരു വ്യക്തിയെയും ആ രാഷ്ട്രത്തിലെ പൗരൻ എന്ന് വിളിക്കാമെന്നാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഭാരതത്തിൻ്റെ പൗരത്വം എന്നത് നമ്മളൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണ് 1949 നവംബർ 26 തന്നെ പ്രാബല്യത്തിൽ വന്ന ഒരു ഭാഗമാണ് എന്ത് പൗരത്വം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ കുറച്ച് ഭാഗങ്ങൾ ഈ പറയുന്ന ഡേറ്റിലും ബാക്കി കൂടുതൽ ഭാഗങ്ങളും 1950 ജനുവരി 26 നിലവിൽ വന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ 1949 നവംബർ 26 തന്നെ പ്രാബല്യത്തിൽ വന്ന ഭരണഘടനയുടെ ഒരു വ്യവസ്ഥയാണ് എന്ത് പറയുന്നത് പൗരത്വം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പൗരത്വം എന്ന് പറയുന്ന ഭാഗം നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഭേദഗതി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് മതി, കേവല ഭൂരിപക്ഷം മാത്രം മതി എന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ നമ്മൾ പിന്തുടരുന്നത് എന്താണ്, ഏക പൗരത്വമാണ്. അത് എവിടെ നിന്നാണ് നമ്മൾ കടമെടുത്തിരിക്കുന്നത്? ബ്രിട്ടനിൽ നിന്നാണ് നമ്മൾ ഏക പൗരത്വം എന്ന് പറയുന്ന ആശയം നമ്മൾ നമ്മുടെ രാജ്യത്തോട്ട് കടമെടുത്തിരിക്കുന്നത്. പിന്നെ ഇന്ത്യയിൽ ഇരട്ട പൗരത്വം എന്ന ആശയം നിർദ്ദേശിച്ച ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു, LM സിംഗ്വി കമ്മിറ്റി. 2000 ഈ കമ്മിറ്റി ഈ പറയുന്ന സംഭവം നിർദ്ദേശിച്ചത്. അപ്പോൾ 2000 അപ്പോയിൻ്റ് ചെയ്തൊരു കമ്മിറ്റി ആയിരുന്നു. പ്രധാനമായിട്ടും എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ വംശജരുമായിട്ടുണ്ടായിരുന്ന ഒരു നല്ല ബന്ധം. അതായത് ഇന്ത്യൻ വംശജർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ പല രാജ്യങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയായിട്ടും രാഷ്ട്രപതിയായിട്ടും ഒക്കെ ആര് വരുന്നുണ്ട്, ഇന്ത്യൻ വംശജർ വരുന്നുണ്ട്. അതേപോലെ തന്നെ സയൻറ്റിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ വംശജരുമായി നല്ലൊരു ബന്ധം, അതുപോലെ നല്ലൊരു സൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നതിന് വേണ്ടി അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിച്ച് നിർദ്ദേശം സമർപ്പിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു കമ്മിറ്റി ആയിരുന്നു LM സിംഗ്വി കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ കമ്മിറ്റിയാണ് എന്ത് പറയുന്നത്, ഈ ഇന്ത്യയിൽ ഇരട്ട പൗരത്വം എന്ന ആശയം നിർദ്ദേശിച്ച ഒരു കമ്മിറ്റി എന്ന് പറയുന്നത് ഇതാണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി നമുക്ക് ഭരണഘടനയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഭാഗം 2 എന്ത് പറയുന്നത്, ഈ പറയുന്ന നമ്മുടെ പൗരത്വം എന്ന് പറയുന്ന ഭാഗം വരുന്നത്. ഓക്കെ, അപ്പോൾ ഭാഗം 2 പൗരത്വത്തെക്കുറിച്ച് പറയുന്നത്. ഭാഗം 2 ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് എന്ത് പൗരത്വം എന്ന് പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പിന്നെ മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗത്തിൽ ഈ ആർട്ടിക്കിൾ പറയുന്നത് നമ്മുടെ ഭരണഘടന ആരംഭിക്കുന്ന സമയത്ത്, അതായത് ജനുവരി 26, 1950 നമ്മുടെ ഭരണഘടന ആരംഭിക്കുന്ന സമയത്ത് ഇന്ത്യൻ പൗരന്മാരായി തീർന്ന വ്യക്തികളെക്കുറിച്ച് മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഭാഗം 2 5 മുതൽ 11 വരെയിൽ പറയുന്ന കാര്യത്തിൽ ഇത്ര കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഈ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഭരണഘടന ആരംഭിക്കുന്ന സമയത്ത് ഇന്ത്യൻ പൗരന്മാരായി തീർന്ന വ്യക്തികൾ ആരൊക്കെയാണോ അവരെക്കുറിച്ച് മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. ഓക്കെ, ഈ ഡേറ്റ് കഴിഞ്ഞ് പിന്നീട് ആർക്കൊക്കെയാണ് പൗരത്വം കിട്ടേണ്ടത്, എങ്ങനെയാണ് പൗരത്വം കിട്ടുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പൗരത്വം നഷ്ടപ്പെടുന്നത്, അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങളൊക്കെ പാർലമെൻറ്റ് നിയമം വഴി നിർദ്ദേശിക്കുന്ന പോലെ ആയിരിക്കും, അല്ലെങ്കിൽ പാർലമെൻറ്റാണ് ആ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് എന്നാണ് ഈ പറയുന്ന ഭാഗത്തിൽ പറഞ്ഞു നിർത്തുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഭാഗത്തിൽ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമ്മുടെ ഭരണഘടന ആരംഭിക്കുന്ന സമയത്ത് ഇന്ത്യൻ പൗരന്മാരായി തീർന്ന വ്യക്തികളെക്കുറിച്ച് മാത്രമേ ഈ പറയുന്ന ഭാഗത്തിൽ പറയുന്നുള്ളൂ. പിന്നീടുള്ള ഒരു കാര്യങ്ങൾ എങ്ങനെയാണ് കിട്ടേണ്ടത്, എങ്ങനെയാണ് നഷ്ടപ്പെടുന്ന ഒരു കാര്യങ്ങളും നമ്മുടെ ഭരണഘടനയിൽ പറയുന്നില്ല. അത് പിന്നീട് അതിലെന്താ പറഞ്ഞു വെച്ചിരിക്കുന്നത് വെച്ചാൽ അത്തരം കാര്യങ്ങളൊക്കെ പാർലമെൻറ്റാണ് തീരുമാനിക്കേണ്ടതെന്ന് മാത്രമേ ഈ പറയുന്ന ഭാഗത്തിൽ പറയുന്നുള്ളൂ എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ പൗരത്വവുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും തീരുമാനം എടുക്കുന്നതിന് വേണ്ടി ഭരണഘടന പാർലമെൻറ്റിനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയാണ് പാർലമെൻറ്റ് പിന്നീട് പൗരത്വ നിയമമൊക്കെ കൊണ്ടുവരുന്നതൊക്കെ. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ 5 മുതൽ 8 വരെ നമുക്ക് എന്താണെന്ന് നോക്കാം. ഈ അനുച്ഛേദങ്ങളിൽ ഭരണഘടനയുടെ പ്രാരംഭത്തിൽ സ്വയമേവ ഇന്ത്യൻ പൗരന്മാരായി തീർന്ന വ്യക്തികളെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഭരണഘടന ആരംഭിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇന്ത്യൻ പൗരന്മാരായി തീർന്ന വ്യക്തികളെക്കുറിച്ചാണ് പറയുന്നത്. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്ന നോക്കി ആർട്ടിക്കിൾ 5 എന്താ പറയുക, ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കിയ ആളുകളുടെ കാര്യമാണ്. അപ്പോൾ സ്ഥിരതാമസം എന്ന് പറയുന്ന വാക്കാണ് ഇവിടെ പറയുന്നത്. ഡൊമിസൈൽ എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഡൊമിസൈൽ എന്ന് പറയുന്ന വാക്കിൻ്റെ അകത്ത് സ്ഥിരതാമസമാക്കിയ ആൾ. അപ്പോൾ അത്തരം ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കിയ ആളുകളുടെ പൗരത്വത്തെക്കുറിച്ച് പറയുന്നതാണ്. അത്തരം വ്യക്തികൾക്കൊക്കെ പൗരത്വം ലഭിക്കുന്നു എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 5 എന്ന് പറയുന്നത്. എന്നിട്ട് അതിൽ എടുത്തു പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഓരോ ആർട്ടിക്കിളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ്, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. അപ്പോൾ ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കിയ ആളുകളുടെ കാര്യം എന്ന് പറയുമ്പോൾ അതിൽ ആദ്യം പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഭൂപ്രദേശത്ത് ജനിച്ച ഒരാളായിരിക്കണം.
ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ മണ്ണിൽ ജനിച്ച ഒരാളായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതായത് ഇന്ത്യയുടെ ഭൂപ്രദേശത്തിൽ, ഭാരതത്തിൻ്റെ ഭൂപ്രദേശത്തിൽ ജനിച്ച ആളായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതല്ലെങ്കിൽ 3 കാറ്റഗറി ആയിട്ടാണ് പറയുന്നത്. ഒന്ന്, അതായത് ഓർ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് 3 കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യം പറഞ്ഞത് സ്ഥിരതാമസമാക്കിയ ആളുകളുടെ കാര്യത്തിൽ ആദ്യം പറയുന്നത് ഇന്ത്യയുടെ മണ്ണിൽ, ഇന്ത്യയുടെ ഭൂപ്രദേശത്തിൽ ജനിച്ച ആളായിരിക്കണം. അതല്ലെങ്കിൽ പിന്നെന്താണ്, ആ പറയുന്ന വ്യക്തിയുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ ഇന്ത്യയിൽ ജനിച്ചവരായിരിക്കണം. അതായത് ആ പറയുന്ന വ്യക്തിയുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ ഇന്ത്യയിൽ ജനിച്ചവരായിരിക്കണം. ഇനി മൂന്നാമത്തെ കാര്യം, അതുമല്ലെങ്കിൽ മൂന്നാമത്തെ കാര്യം പറയുന്നത് ഭരണഘടന ആരംഭിക്കുന്ന ഇതിൻ്റെ തൊട്ട് മുമ്പ്, അതായത് ഈ പറയുന്ന ഡേറ്റിന് തൊട്ട് മുന്നേ 26 ജനുവരി 1950 തൊട്ട് മുമ്പ് കുറഞ്ഞത് 5 വർഷമെങ്കിലും ഇന്ത്യയിൽ ജനിച്ചവരായിരിക്കണം, ഇന്ത്യയിൽ താമസിച്ചവരായിരിക്കണം. ഓക്കെ, അപ്പോൾ 3 കാര്യങ്ങളാണ് ഈ പറയുന്ന ആർട്ടിക്കിളിന് കീഴിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്നെങ്കിൽ ഇന്ത്യയിൽ ജനിച്ച ആളായിരിക്കണം, അല്ലെങ്കിൽ അയാളുടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ ഇന്ത്യയിൽ ജനിച്ച ആരായിരിക്കണം, അതുമല്ലെങ്കിൽ ഭരണഘടന നിലവിൽ വരുന്നതിന് തൊട്ട് മുമ്പ് കുറഞ്ഞത് 5 വർഷമെങ്കിലും, അതായത് മിനിമം ഒരു 5 വർഷമെങ്കിലും ഇന്ത്യയിൽ ജീവിച്ച ആളായിരിക്കണം എന്ന് പറയുന്നത്. അത്തരം വ്യക്തികളെയാണ് സ്ഥിരതാമസം എന്നുള്ള രീതിയിൽ കണ്ടിട്ട് ഭരണഘടന നമ്മൾ പൗരത്വം നൽകുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഡീറ്റെയിൽ ആയിട്ടൊന്ന് മനസ്സിലാക്കേണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അഥവാ ഒരു ഓപ്ഷൻ വരുമ്പോൾ നിങ്ങൾക്ക് അത് കാണുമ്പോൾ ഒരു പരിചയം ഉണ്ടാവണം, നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന്. ഇനി ആർട്ടിക്കിൾ 6 പറയുന്നത് ഈ പാകിസ്ഥാനിൽ നിന്നും കുടിയേറിയ ആളുകളുടെ കാര്യമാണ് പറയുന്നത്. മനസ്സിലായി? അപ്പോൾ പാകിസ്ഥാനിൽ നിന്നും കുടിയേറി ഇന്ത്യയിലേക്ക് വന്ന ആളുകളുടെ പൗരത്വത്തെക്കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 6. ഓക്കെ, അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, ജസ്റ്റ് ഇത്രയൊന്നും ആലോചിച്ച് വയ്ക്കുക. അതായത് പാകിസ്ഥാനിൽ നിന്നും കുടിയേറിയ ആളുകളുടെ പൗരത്വത്തെക്കുറിച്ച് പറയുന്ന ഒരു ഡേറ്റ് അതിൽ പറയുന്നുണ്ട്. അത് 1948 ജൂലൈ 19 ഈ ഡേറ്റ് കൊടുക്കാനുള്ള ഒരു കാരണങ്ങളൊക്കെ ഉണ്ടാകും, നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ 1948 ജൂലൈ 19 മുന്നെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഡേറ്റിലോ അതുമല്ലെങ്കിൽ ഈ ഡേറ്റിന് ശേഷമോ ഇന്ത്യയിലേക്ക്, അതായത് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയവരെ പറ്റി പറയുന്നതാണ്. അവർക്ക് എങ്ങനെയാണ് പൗരത്വം കിട്ടുക എന്ന് പറയുന്ന കാര്യമാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഈ ഡേറ്റിന് മുന്നെയോ ഈ ഡേറ്റിനോ അല്ലെങ്കിൽ ഈ ഡേറ്റിന് ശേഷമോ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയ ആളുകളുടെ പൗരത്വം എങ്ങനെയാണ് അവർക്ക് കിട്ടുന്നത് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 6. ഓക്കെ, അപ്പോൾ ഡേറ്റ് കാണാതെ ഒന്ന് പഠിച്ചു വെക്കേണ്ട, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ ഞാൻ. ഓക്കെ, അപ്പോൾ മൾട്ടിപ്പിൾ റീഡിങ്സിലൂടെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മനസ്സിൽ വരും, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വയ്ക്കാം. ഇനി മൂന്നാമത്തെ കാര്യം നോക്കിയാൽ പാകിസ്ഥാനിലേക്ക് കുടിയേറി പിന്നീട് തിരിച്ചെത്തിയ ആളുകളുടെ പൗരത്വത്തെക്കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 7. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലായിരുന്നു ആദ്യം, അവർ പാകിസ്ഥാനിലേക്ക് കുടിയേറി പിന്നീട് വീണ്ടും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ ആളുകളുടെ കാര്യമാണ് ആർട്ടിക്കിൾ 7 പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു ഡേറ്റ് പറയുന്നുണ്ട്, 1947 മാർച്ച് 1. 1947 മാർച്ച് 1 ശേഷം പാകിസ്ഥാനിലേക്ക് കുടിയേറിയവരും പിന്നീട് മടങ്ങി വന്നവരും എന്നാണ് പറയുന്നത്. അവരുടെ പൗരത്വത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. പാകിസ്ഥാനിൽ നിന്ന് കുടിയേറിയ ആളുകളുടെ കാര്യമാണ് 6 പറയുന്നത്. പാകിസ്ഥാനിലേക്ക് കുടിയേറി പിന്നീട് തിരിച്ചെത്തിയ ആളുകളുടെ കാര്യമാണ് 7 പറയുന്നത്. ഇനി 8 എന്താ പറയുന്നത്? ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഇന്ത്യൻ അപ്പോൾ ഇന്ത്യൻ വംശജരെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 8 ആണ്. അപ്പോൾ ഇന്ത്യൻ വംശജരായിട്ടുള്ള, ഓക്കെ, ഒരു കാലത്ത് ഇന്ത്യയിൽ ജനിച്ച് പിന്നീട് വേറെ രാജ്യത്തെ പൗരന്മാരായി ഇരിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ഇന്ത്യൻ വംശജരെന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഇന്ത്യൻ വംശജരുമായ ആളുകളുടെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 8 എന്ന് പറയുന്നത്. അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഡൊമിസൈൽ എന്ന വാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 5 ഇനി ആർട്ടിക്കിൾ 9 എന്താ പറയുന്നത്? ഒരു വിദേശ രാജ്യത്തിൻ്റെ പൗരത്വം സ്വമേധയാ നേടുന്ന ആളുകൾ ഇന്ത്യൻ പൗരന്മാരാകില്ല എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിൽ നിൽക്കുന്ന, ഇന്ത്യയുടെ പൗരനായ ഒരാൾ ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്തിൻ്റെ പൗരത്വം സ്വമേധയാ നേടുക, അയാളുടെ ഇഷ്ടപ്രകാരം അയാൾ നേടുകയാണെങ്കിൽ പിന്നെ അയാളുടെ ഇന്ത്യൻ പൗരം ഓട്ടോമാറ്റിക്കലി നഷ്ടപ്പെടും. ഓക്കെ, ഇപ്പോൾ വിദ്യാർത്ഥികളൊക്കെ പഠിക്കാൻ പോകുന്നുണ്ട് പുറത്ത്, ഏതെങ്കിലും ഇപ്പോൾ ഓസ്ട്രേലിയയിൽ പോയ ഒരാൾക്ക് അവിടെ ഓസ്ട്രേലിയയുടെ പൗരത്വം കിട്ടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇന്ത്യയുടെ പൗരത്വം അയാൾക്ക് നഷ്ടപ്പെടും. പിന്നെ ആർട്ടിക്കിൾ 10 എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആർട്ടിക്കിൾ 10 നിന്നുള്ള, അതായത് ഇന്ത്യൻ പൗരനായി കണക്കാക്കപ്പെടുന്ന ഏതൊരു വ്യക്തിയും അയാൾ പൗരനായി തുടരും. അതായത് ഒരു തവണ പൗരനായി കഴിഞ്ഞാൽ അയാൾ പൗരനായിട്ട് ഇങ്ങനെ തുടരും, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പൗരനായിട്ട് ഇങ്ങനെ തുടരും. ആ പറയുന്ന വ്യക്തിക്ക് പാർലമെൻറ്റ് നിർമ്മിക്കുന്ന ഏത് നിയമവുമായിക്കോട്ടെ അയാൾക്ക് അത് പാലിക്കണം എന്നുള്ളത് ബാധ്യസ്ഥനാണ് അയാൾ. ഓക്കെ, അപ്പോൾ പാർലമെൻറ്റ് നിർമ്മിക്കുന്ന ഏത് നിയമത്തിനും വിധേയനാകണം അയാൾ എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 10. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അതാണ് ഞാൻ അതിൽ കൊടുക്കാതിരുന്നത്. ഇനി ആർട്ടിക്കിൾ 11 നോക്കിക്കേ. ഈ തന്നിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾ 11 കാരണം പൗരത്വം നേടുന്നതും അവസാനിപ്പിക്കുന്നതും കൂടാതെ പൗരത്വവുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ കാര്യങ്ങളിലും നിയമം ഉണ്ടാക്കാൻ പാർലമെൻറ്റിന് അധികാരമുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ അധികാരം ആർക്കാണ്? പാർലമെൻറ്റിനാണ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 11. അപ്പോൾ ഈ അധികാരം പാർലമെൻറ്റിന് നൽകുന്നുണ്ട് ഭരണഘടന. ഓക്കെ, ആ അധികാരം വെച്ചുകൊണ്ടാണ് പാർലമെൻറ്റ് 1955 പൗരത്വ നിയമം പാസ്സാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്ന ഡേറ്റിന് ശേഷം ആരൊക്കെയാണ് പൗരന്മാരാകേണ്ടത്, ആരൊക്കെയാണ് പൗരന്മാരല്ലാതാകേണ്ടത്, എങ്ങനെ കിട്ടും, എങ്ങനെ നഷ്ടപ്പെടും എന്നീ കാര്യങ്ങളൊക്കെ പാർലമെൻറ്റ് പറയുന്നത് ഈ പറയുന്ന പൗരത്വ നിയമം 1955
ഓക്കെ, ഈ നിയമം പല സമയങ്ങളും ഭേദഗതി ചെയ്തിട്ടുണ്ട്. ഇതുവരെ 6 തവണയാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്. 86, 92, 2003, 2005, 2015, 2019. അതെല്ലാവരും കേട്ടിട്ടുണ്ടാവും. 2019 ലാസ്റ്റ് ഭേദഗതി ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതും കൂടെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. ഇനി നമുക്ക് നോക്കാം എന്താണ് ഇന്ത്യൻ പൗരത്വ നിയമം 1955. അപ്പോൾ ഭരണഘടന പ്രാബല്യത്തിൽ വന്നതിന് ശേഷം, ആ പറയുന്ന ഡേറ്റ് 1950 ജനുവരി 26 ശേഷം പൗരത്വം നേടുന്നതിനും നഷ്ടപ്പെടുത്തുന്നതിനും ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണ് ഒരാൾക്ക് പൗരത്വം കിട്ടേണ്ടത് ആ ഡേറ്റിന് ശേഷം, അതായത് ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ഒരാൾക്ക് എങ്ങനെ പൗരത്വം കിട്ടും, ഒരാൾക്ക് എങ്ങനെ പൗരത്വം നഷ്ടപ്പെടും എന്നീ കാര്യങ്ങളെല്ലാം പറയുന്നത് ഈ പറയുന്ന 1955 ഇന്ത്യൻ പൗരത്വ നിയമത്തിലാണ്. അല്ലാതെ ഭരണഘടനയിൽ ആ കാര്യങ്ങളൊന്നും പറയുന്നില്ല എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ പറയുന്നത് 5 രീതിയിലാണ് പൗരത്വം കിട്ടുന്നത് എന്നാണ് പറയുന്നത്. മനസ്സിലായി? അപ്പോൾ പൗരത്വം കിട്ടുക അല്ലെങ്കിൽ പൗരത്വം ഏറ്റെടുക്കുക എന്ന് പറയുന്നത്, അപ്പോൾ 1955 പൗരത്വ നിയമം പൗരത്വം നേടുന്നതിനുള്ള 5 വഴികളാണ് നിർദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിനൊരു കോഡ് ഉണ്ട്. അത് ഇംഗ്ലീഷിലാണ് കേട്ടോ കോഡ്. ബ്രാൻഡ് എന്ന് പറയുന്ന ഒരു കോഡ്. അതായത് ബി എന്ന് പറഞ്ഞാൽ ബർത്ത് എന്നാണ്, ആർ എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ, എ എന്ന് പറഞ്ഞാൽ അക്വിസിഷൻ, എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലൈസേഷൻ, അതേപോലെ ഡി എന്ന് പറഞ്ഞാൽ ഡിസെൻറ്റ്. ഓക്കെ, അപ്പോൾ ബർത്ത്, ഡിസെൻറ്റ്, രജിസ്ട്രേഷൻ, നാച്ചുറലൈസേഷൻ, അക്വിസിഷൻ എന്ന് പറയുന്നതാണ്. അപ്പോൾ ആ ഓർഡറിൽ ബ്രാൻഡ് ഒന്ന് നോക്കി വയ്ക്കുക. ബി എന്ന് പറഞ്ഞാൽ ബർത്താണ്, രജിസ്ട്രേഷൻ ആണ്, പിന്നെ അക്വിസിഷൻ ഉണ്ട്, നാച്ചുറലൈസേഷൻ ഉണ്ട്, പിന്നെ ഏതാണ് ഡി എന്ന് പറഞ്ഞാൽ ഡിസെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മലയാളത്തിലുള്ള പേരുകളാണ് പഠിച്ചു വെക്കേണ്ടത്. നിങ്ങൾക്ക് പറ്റുകയാണ് ഇംഗ്ലീഷിൽ ഈ പേര് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ച് ഈ ഒരു കോഡ് ആലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. അത്രേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ മലയാളത്തിൽ പഠിക്കുക. നമുക്ക് പരീക്ഷ മലയാളത്തിലാണല്ലോ വരുന്നത്. ഓക്കെ, അപ്പോൾ ജന്മസിദ്ധമായ പൗരത്വമാണ് ഇത് ആദ്യം പറയുന്നത്. പിന്നെ പറയുന്നത് പിന്തുടർച്ച വഴിയുള്ള പൗരത്വമാണ്. പിന്നെ പറയുന്നത് രജിസ്ട്രേഷൻ മുഖേനയുള്ള പൗരത്വത്തെക്കുറിച്ചാണ്. പിന്നെ ചിരകാല അധിവാസം മുഖേനയുള്ള പൗരത്വമാണ്, അതാണ് നാച്ചുറലൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ പ്രദേശ സംയോജനം വഴിയുള്ള പൗരത്വമാണ്. ഓക്കെ, അപ്പോൾ 5 രീതിയിൽ 1955 പൗരത്വ നിയമത്തിലൂടെ പറയുന്നത് 5 രീതിയിലാണ് ഒരാൾക്ക് പൗരത്വം ലഭിക്കുന്നത് എന്നാണ്. 5 രീതി ഏതൊക്കെയാണ്? ജന്മസിദ്ധമായ പൗരത്വം, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, രജിസ്ട്രേഷൻ മുഖേനയുള്ള പൗരത്വം, ചിരകാല അധിവാസം മുഖേനയുള്ള പൗരത്വം, പ്രദേശ സംയോജനം വഴിയുള്ള പൗരത്വം. ഓക്കെ, ഇനി നമുക്ക് എന്താ നോക്കാം. ജന്മസിദ്ധമായ പൗരത്വം എന്ന് പറയുന്നത് എന്താണ്? ജന്മസിദ്ധമായ പൗരത്വം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ജനിച്ചവരുടെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജന്മസിദ്ധമായ പൗരത്വത്തിൽ പറയുന്നത് ഇന്ത്യയിൽ ജനിച്ച ആളുകളുടെ പൗരത്വത്തെക്കുറിച്ച് പറയുന്നതാണ് ജന്മസിദ്ധമായ പൗരത്വം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ആശയം എന്ന് പറയുന്നത് മണ്ണിൻ്റെ അവകാശം എന്ന് പറയുന്ന ഒരു വാക്കാണ്. ജസ് സോലി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതൊരു ഫോറിൻ വേർഡാണ്. ചിലപ്പോൾ ഇംഗ്ലീഷിൽ തന്നെ ചോദിക്കും ഈ ഫോറിൻ വേർഡിൻ്റെ അർത്ഥം എന്താണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, ജസ് സോലി എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ അവകാശം എന്നാണ് അർത്ഥമാക്കുന്നത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ മണ്ണിൽ ജനിച്ച, അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യയിൽ ജനിച്ച വ്യക്തികളുടെ കാര്യമാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ മണ്ണിൽ ജനിച്ച ആളുകളുടെ പൗരത്വത്തെക്കുറിച്ച് പറയുന്നതാണ് ജന്മസിദ്ധമായ പൗരത്വത്തിൽ. അതായത് നമ്മളിവിടെ ജനിച്ചത് മൂലം നമുക്ക് കിട്ടുന്ന പൗരത്വമാണ് ജന്മസിദ്ധമായ പൗരത്വം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ ഒരുപാട് ഡേറ്റുകൾ കാര്യങ്ങളും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അതൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ട് അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. ഇനി അടുത്ത നോക്കിക്കേ, പിന്തുടർച്ച വഴിയുള്ള പൗരത്വമാണ്. പിന്തുടർച്ച വഴിയുള്ള പൗരത്വം എന്ന് പറയുന്നത് രക്തത്തിൻ്റെ അവകാശം എന്നാണ് ഇതിൻ്റെ ആശയം എന്ന് പറയുന്നത്. അപ്പോൾ പിന്തുടർച്ച വഴിയുള്ള പൗരത്വം എന്ന് പറയുന്നത് ഇന്ത്യക്ക് പുറത്ത് ജനിച്ചവരുടെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഇന്ത്യക്ക് പുറത്ത് ജനിച്ചവരുടെ കാര്യം. അപ്പോൾ ഇന്ത്യയിൽ ജനിച്ച ആളുകളുടെ കാര്യമാണ് ജന്മസിദ്ധമായ പൗരത്വത്തിൽ പറയുന്നെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് ജനിച്ചവരുടെ പൗരത്വത്തെക്കുറിച്ചാണ് പിന്തുടർച്ച വഴിയുള്ള പൗരത്വത്തിൽ പറയുന്നത്. അപ്പോൾ രക്തത്തിൻ്റെ അവകാശം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഫോറിൻ വേർഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ് സാൻഗുനിസ് എന്ന് പറയാം. ജസ് സാൻഗുനിസ് എന്നാണ് ഇതിൻ്റെ ഒരു വേർഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് രക്തത്തിൻ്റെ അവകാശം എന്നാണ്. അതായത് രക്തത്തിൻ്റെ അവകാശം എന്ന് പറയുന്നത് എന്താണ്? പൗരത്വം രക്തബന്ധത്തിലൂടെ നേടുന്നതാണ്. അതായത് നമ്മുടെ പാരൻസിൽ ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ പാരൻസ് 2 പേരും ഇവിടെ ജനിച്ചു എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ പാരൻസിൻ്റെ ആ രക്തബന്ധത്തിലൂടെ നമുക്ക് കിട്ടുന്ന പൗരത്വത്തെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അതാണ് പിന്തുടർച്ച വഴിയുള്ള പൗരത്വം എന്ന് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്താണ് രജിസ്ട്രേഷൻ മുഖേനയുള്ള പൗരത്വം എന്ന് പറയുന്നത്. ഇത് സാധാരണ ഇന്ത്യൻ വംശജർ അല്ലെങ്കിൽ ഇന്ത്യൻ പൗരന്മാരെ വിവാഹം ചെയ്ത വിദേശികൾ തുടങ്ങിയവർക്ക് ബാധകമായതാണ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ വംശജർക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ പൗരന്മാരായ ആൾക്കാരെ വിവാഹം ചെയ്ത വിദേശികളായ ആളുകൾക്ക് ബാധകമായതാണ് രജിസ്ട്രേഷൻ മുഖേനയുള്ള പൗരത്വം എന്ന് പറയുന്നത്.
അപ്പോൾ ഒരു വിദേശിക്ക് 7 വർഷം ഇന്ത്യയിൽ താമസിച്ചതിന് ശേഷം രജിസ്ട്രേഷനിലൂടെ ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാം. അപ്പോൾ അപേക്ഷിക്കണമെങ്കിൽ 7 വർഷം ആ പറയുന്ന വിദേശി ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ അയാൾക്ക് പൗരത്വത്തിന് രജിസ്ട്രേഷൻ വഴി അപേക്ഷിക്കാൻ സാധിക്കൂ. അതുപോലെ തന്നെ ഇന്ത്യൻ പൗരന്മാരെ വിവാഹം കഴിക്കുന്ന വിദേശികൾക്ക് എങ്ങനെ ഇന്ത്യൻ പൗരത്വം നേടാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതാ പറയാം, രജിസ്ട്രേഷൻ വഴിയാണ് ഇന്ത്യൻ പൗരന്മാരെ വിവാഹം കഴിക്കുന്ന വിദേശികൾ ഇന്ത്യൻ പൗരത്വം നേടുന്നതിനുള്ള മാർഗം എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ വംശജർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വേർഡ്സ് ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും PIO, OCI എന്നുള്ള വാക്കുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതൊക്കെ ജസ്റ്റ് ഒന്ന് ബേസിക് ഐഡിയ മാത്രം ഉണ്ടാക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്, ഞാൻ പറഞ്ഞു LM സിംഗ്വി കമ്മിറ്റിയെക്കുറിച്ച് നേരത്തെ പറഞ്ഞു, 2000 വന്ന കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നത് 2002 അവർ ഇന്ത്യൻ വംശജരുടെ കാര്യങ്ങളും കുറിച്ചൊക്കെയാണ് അവർ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇന്ത്യ ഗവൺമെൻറ് 2002 PIO സ്കീം എന്ന് പറയുന്ന സ്കീം നടപ്പിലാക്കുന്നത്. ഓക്കെ, പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്താണ്, അത് ഇന്ത്യൻ വംശജരുടെ കാര്യത്തെക്കുറിച്ച് പഠിച്ച അവർക്ക് വേണ്ടി ഇറക്കിയ ഒരു സ്കീമായിരുന്നു PIO സ്കീം എന്ന് പറയുന്നത്. ഇത് 2000 നിലവിൽ വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്നാണ്. പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്നാണ് ഫുൾ ഫോം. ഒന്ന് ജസ്റ്റ് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 2006 ഈ പറയുന്ന OCI എന്ന് പറയുന്ന സ്കീം കൊണ്ടുവരുന്നത്. പിന്നീട് ഈ പറയുന്ന 2 സ്കീമും കൂടെ 2015 മെർജ് ചെയ്തു, കൂട്ടി. അതായത് രണ്ടും കൂടെ ലയിപ്പിച്ചിട്ട് ഇപ്പോൾ നിലവിൽ ഇത് അറിയപ്പെടുന്നത് OCI കാർഡ് സ്കീം എന്നാണ്, അല്ലെങ്കിൽ OCI കാർഡ് ഹോൾഡർ എന്നാണ് ഇതിപ്പോൾ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് OCI എന്താണെന്ന് മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി, മറ്റേതിൻ്റെ ഫുൾ ഫോം മാത്രം ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ രണ്ടിൻ്റെ ഉദ്ദേശമൊക്കെ ഒന്ന് തന്നെയാണ്, ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ബേസിക് ഐഡിയ മാത്രം ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് പരീക്ഷയ്ക്ക്. അപ്പോൾ OCI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർസീസ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എന്നാണ്, ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത്. ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതാണ് എന്ത് പറയുന്നത്, OCI എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ OCI എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതാണ് എന്ത് OCI കാർഡിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. സംഭവം ഇത്രേ ഉള്ളൂ. ഇന്ത്യൻ വംശജരുടെ സമ്പാദ്യം, ഞാൻ നേരത്തെ പറഞ്ഞ പ്രഗത്ഭരായ വ്യക്തികൾ ഉണ്ടായിരിക്കും ഇന്ത്യൻ വംശജരായിട്ട്. അപ്പോൾ ഇന്ത്യൻ വംശജരുടെ സമ്പാദ്യം, അവരുടെ മറ്റ് കഴിവുകൾ, ഇതൊക്കെ ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്ന ഒരു സ്കീം കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സംഭവത്തിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ വംശജരായ ആളുകൾക്കും അവരുടെ ജീവിത പങ്കാളികൾക്കും അനിശ്ചിത കാലത്തേക്ക് ഇന്ത്യയിൽ ജീവിക്കാനും ജോലി ചെയ്യാനും അനുവദിക്കുന്ന സ്ഥിരതാമസത്തിൻ്റെ ഒരു രൂപമാണ് എന്ത് പറയുന്നത്, ഈ OCI എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ വംശജരായ ആളുകൾക്കും അവരുടെ പാർട്ട്നേഴ്സിനും അവരുടെ ജീവിത പങ്കാളികൾക്കും അനിശ്ചിത കാലത്തേക്ക് ഇന്ത്യയിൽ ജീവിക്കാനും ജോലി ചെയ്യാനും അനുവദിക്കുന്ന ഒരു സ്ഥിരതാമസത്തിൻ്റെ ഫോം അല്ലെങ്കിൽ രൂപമാണ് എന്ത് പറയുന്നത്, ഈ പറയുന്ന ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ കാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവർക്കൊരു കാർഡ് കിട്ടും, പാസ്പോർട്ട് പോലത്തെ ഒരു കാർഡാണ് ഇവർക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ആജീവനാന്ത കാലം ഇന്ത്യയിലേക്ക് വരാൻ പോവാം ഒക്കെ ചെയ്യാം. പക്ഷെ എന്ത് വേണ്ട, ഇവർക്ക് വിസേൻ്റെ ആവശ്യമൊന്നുമില്ല. വിസ ആവശ്യമില്ലാതെ തന്നെ ഇവർക്ക് എപ്പോൾ വേണമെങ്കിലും വരാൻ പോവുക ഒക്കെ ചെയ്യാം. അപ്പം അങ്ങനെ ആജീവനാന്ത കാലം ഇവർക്ക് ഇന്ത്യയിലേക്ക് എൻട്രി ഉണ്ടായിരിക്കുമെന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ തന്നെ ഇവർക്ക് ഇവിടെ വേണമെങ്കിൽ ഭൂമി മേടിക്കാം, നിക്ഷേപങ്ങൾ നടത്താം, ഒക്കെ ചെയ്യാൻ പറ്റും. ഭൂമി മേടിക്കുക എന്ന് പറഞ്ഞാൽ പക്ഷേ കൃഷിയുമായി ബന്ധപ്പെട്ട ഭൂമി ഒരിക്കലും ഇവർക്ക് മേടിക്കാൻ പറ്റില്ല. കൃഷി അല്ലാത്ത ബാക്കി ഭൂമികളൊക്കെ ഇവർക്ക് ഇവിടെ സ്വന്തമായിട്ട് വാങ്ങാം, ഇവർക്ക് ഇവിടെ നിക്ഷേപങ്ങൾ നടത്താം. ഓക്കെ, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവരുടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ മാത്രം അറിഞ്ഞു വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് സംശയം വരും, NRI നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ പറയുന്ന PIO OCI എന്ന് പറയുന്നത് ഇവരൊന്നും എന്തല്ല, ഇന്ത്യൻ സിറ്റിസൺസ് അല്ല. ഓക്കെ, ഇവരൊന്നും ഇന്ത്യൻ പൗരന്മാരല്ല. പണ്ടൊരു കാലത്ത് അല്ലെങ്കിൽ ഇവരുടെ മുതുമുത്തച്ഛന്മാരൊക്കെ ഇന്ത്യൻ പൗരന്മാരായിരിക്കാം. അത്തരം വ്യക്തികൾക്കാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. ഇതിന് ഒരുപാട് കാറ്റഗറി ഉണ്ട്, ആർക്കാണ് കൊടുക്കാൻ പറ്റുക, ആർക്കൊക്കെ കൊടുക്കരുത് എന്നുള്ളതിനൊക്കെ, ഏതൊക്കെ രാജ്യത്തുള്ള ആൾക്കാർക്കാണ് കൊടുക്കേണ്ടത്, ഏത് രാജ്യത്തെ ആൾക്കാർക്ക് ഇത് കൊടുക്കാൻ പാടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വിശദമായി പറയുന്നുണ്ട്. അത് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ആൾക്കാർക്ക് എന്തല്ല, ഇന്ത്യൻ പൗരന്മാരല്ല. പക്ഷേ NRI എന്ന് പറയുന്നത് എന്താണ്, ഇന്ത്യൻ പൗരനാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ NRIs ഉണ്ടാവും. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കി ഇവരെന്താണ്, ഇന്ത്യൻ പൗരന്മാരാണ് NRI എന്ന് പറയുന്നത്. പക്ഷേ എന്താണ്, ഒരു 182 ദിവസത്തിൽ കൂടുതൽ ഇന്ത്യയിൽ ജീവിക്കാത്ത അല്ലെങ്കിൽ 182 ദിവസത്തിൽ കൂടുതൽ വിദേശത്ത് ജീവിച്ച ഒരാളെ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് പറയാം, പുള്ളി ഒരു NRI ആണെന്ന് പറയാം.
ഓക്കെ, അപ്പോൾ 182 ദിവസത്തെ ഒരു കണക്കിലാണ് ഈ NRI എന്ന് പറയുന്ന കാറ്റഗറി വരുന്നത്. അപ്പോൾ ഈ NRI എന്ന് പറയുന്നത് നമ്മുടെ നോൺ റെസിഡൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്, ഇന്ത്യയിൽ ഇപ്പോൾ ജീവിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ അവർ ഇന്ത്യക്കാർ തന്നെയാണ്. സോ അവർ ഇന്ത്യൻ പൗരന്മാരാണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇതിവിടെ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ രജിസ്ട്രേഷൻ മുഖേനയുള്ള പൗരത്തിൽ പ്രധാനമായിട്ടും ഇന്ത്യൻ വംശജരായ വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ OCA എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ഇവിടെ പറഞ്ഞത്. ഇനി ഈ OCI കാർഡുള്ള ഒരു വ്യക്തിക്ക് ഇന്ത്യൻ പൗരനാവാൻ സാധിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് OCI കാർഡുള്ള ഒരു വ്യക്തി 5 വർഷമായിട്ട്, അതായത് 5 വർഷം OCI സ്റ്റാറ്റസ് ഉള്ള ഒരു വ്യക്തിക്ക് 5 വർഷം തുടർച്ചയായിട്ട് 5 വർഷമായിട്ട് OCI കാർഡ് കയ്യിൽ വയ്ക്കുന്ന ഒരാൾക്ക് രജിസ്ട്രേഷൻ വഴി എന്ത് ചെയ്യാൻ പറ്റും, പൗരനാക്കാം. ഓക്കെ, അതാണ് ഇപ്പോൾ ഈ രജിസ്ട്രേഷനിൽ പറഞ്ഞത്. അതായത് OCI കാർഡുള്ള തുടർച്ചയായി 5 വർഷം OCI കാർഡുള്ള ഒരു വ്യക്തിക്ക് രജിസ്ട്രേഷൻ മുഖേന ഇന്ത്യൻ പൗരനാകാൻ സാധിക്കും. പക്ഷേ ഒരു കാറ്റഗറി കൂടി പറയുന്നുണ്ട്, പൗരത്വത്തിന് വേണ്ടി അപേക്ഷിക്കുന്നതിന് മുന്നേ 12 മാസം ആ വ്യക്തി ഇന്ത്യയിൽ താമസിച്ചിരിക്കണം. അതൊന്നും ആലോചിച്ച് വെക്കേണ്ട ആവശ്യമില്ല, മനസ്സിലാക്കുക. OCI കാർഡുള്ള ഒരു വ്യക്തി രജിസ്ട്രേഷൻ മുഖേനയാണ് എന്താവുന്നത്, ഇന്ത്യൻ പൗരനാകുന്നത് എന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഓക്കെ, അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് എന്താണ്, ചിരകാല അധിവാസ മുഖേനയുള്ള പൗരത്വമാണ്. ചിരകാല അധിവാസ മുഖേനയുള്ള പൗരത്വം. ഇന്ത്യക്കാർക്ക് ചിരകാല അധിവാസം വഴി പൗരത്വം നൽകാത്ത രാജ്യത്തെ പൗരനാകാൻ പാടില്ല. അപ്പോൾ ചിരകാല അധിവാസം മുഖേനയുള്ള പൗരത്വം നൽകുന്ന രാജ്യങ്ങൾ, അതായത് ഈ പറയുന്ന കുറച്ച് രാജ്യങ്ങൾ മാത്രമായിരിക്കും ഇന്ത്യക്ക് എന്ത് ചെയ്യുന്നത്, ചിരകാല അധിവാസം വഴി പൗരത്വം നൽകുന്നത്. ആ രാജ്യങ്ങൾക്ക് മാത്രമേ തിരിച്ചും ഇന്ത്യ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ആ രീതിയിൽ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇന്ത്യക്കാർക്ക് ചിരകാല അധിവാസം വഴി പൗരത്വം നൽകുന്ന രാജ്യങ്ങൾക്ക് മാത്രമേ ഈ പറയുന്ന രീതിയിൽ പൗരനാകാൻ സാധിക്കുള്ളൂ, അല്ലാത്ത രാജ്യത്തെ പൗരനാകാൻ പാടില്ല. അതേപോലെ തന്നെ ഭരണഘടനയിലെ 8ാം ഷെഡ്യൂളിലെ ഏതെങ്കിലും ഒരു ഭാഷ അറിയാവുന്ന വ്യക്തിയായിരിക്കണം. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, അതായത് 11 വർഷക്കാലം ഇന്ത്യയിൽ താമസിച്ച ഒരു വ്യക്തിക്കാണ് ഈ പറയുന്ന ചിരകാല അധിവാസം മുഖേനയുള്ള പൗരത്വം നൽകുന്നത്. ഓക്കെ, അപ്പോൾ 11 വർഷക്കാലം ഇന്ത്യയിൽ ജീവിച്ച ഒരാൾക്കാണ് ഈ ചിരകാല അധിവാസം മുഖേനയുള്ള പൗരത്വം നൽകുന്നത്. അപ്പോൾ 11 വർഷമൊക്കെ അയാൾ ഇന്ത്യയിൽ ജീവിക്കുക എന്ന് പറയുമ്പോൾ 8ാം ഷെഡ്യൂളിൽ കൊടുത്ത ഏതെങ്കിലും ഒരു ഭാഷ അയാൾക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ്, അല്ലേ? അല്ല, എങ്ങനെയെങ്കിലും അതിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൂടി ഇതിൽ പറയണം. അപ്പോൾ ഭരണഘടനയിൽ 8ാം ഷെഡ്യൂളിൽ ഏതെങ്കിലും ഒരു ഭാഷ അറിയാവുന്ന വ്യക്തിയായിരിക്കണം. നിങ്ങൾക്ക് ഈ 11 വർഷക്കാലം വെച്ച് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞാൽ മതി. ഞാനിവിടെ 2 കണ്ടീഷനേ പറഞ്ഞുള്ളൂ, വേറെ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. ഇത് മാത്രം ജസ്റ്റ് ഒന്ന് ആലോചിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ അതാണ് എന്ത് പറയുന്നത്, ചിരകാല അധിവാസം. പിന്നെ നമ്മൾ ഓരോരോ കാര്യങ്ങൾ പഠിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ പ്രസിഡന്റ്, രാഷ്ട്രപതിയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഏത് പ്രധാനപ്പെട്ട പോസ്റ്റുകൾ പഠിക്കുമ്പോഴും അതിൽ ആദ്യത്തെ കണ്ടീഷൻ എന്തായിരിക്കും, യോഗ്യതയായിട്ട് നമ്മൾ പറയുന്നത് ആ പറയുന്ന വ്യക്തി ഇന്ത്യൻ പൗരനായിരിക്കണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? ഇന്നലത്തെ ക്ലാസ്സിലൊക്കെ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ പൗരനായിരിക്കണം. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ കാര്യം പറയുമ്പോൾ ഏതൊക്കെ ഇന്ത്യൻ പൗരനായ വ്യക്തിക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൈ ബർത്ത്, അതായത് നമ്മളിവിടെ ഇന്ത്യയുടെ മണ്ണിൽ ജനിച്ച ഒരാൾക്ക് ഇന്ത്യൻ പൗരനായിരിക്കും, അയാൾക്ക് ഇന്ത്യൻ പ്രസിഡന്റ് ആവും. അതുമാത്രമല്ല, ഇതുപോലെ ചിരകാല അധിവാസ അപ്പോൾ ചിരകാല അധിവാസ മുഖേന പൗരനായ ഒരു വ്യക്തിക്കും ഇന്ത്യൻ രാഷ്ട്രപതിയാവാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ജന്മസിദ്ധമായ പൗരത്വത്തിലൂടെ പൗരനായ ഒരു വ്യക്തിക്കും അതുപോലെ തന്നെ ചിരകാല അധിവാസം മുഖേന പൗരനായ ഒരു വ്യക്തിക്കും നമ്മുടെ രാജ്യത്ത് ഇന്ത്യൻ പ്രസിഡന്റ് ആവാൻ സാധിക്കുമെന്നൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കേ, പ്രദേശ സംയോജനം വഴിയുള്ള പൗരത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. പ്രദേശ സംയോജനം വഴിയുള്ള പൗരത്വം, അതായത് ഏതെങ്കിലും ഒരു അതായത് നമ്മുടെ രാജ്യത്തെ അല്ലാതെ പുറത്തുള്ള ഏതെങ്കിലും ഒരു പ്രദേശം ഇന്ത്യയുടെ ഭാഗമാകുന്ന സമയത്ത് ആ പ്രദേശത്തെ ജനങ്ങളിൽ ആരൊക്കെ ഇന്ത്യൻ പൗരന്മാരാക്കണം എന്ന് ഗവൺമെൻറ്റിന് തീരുമാനിക്കാൻ പറ്റും. ഓക്കെ, ആ പ്രദേശത്തെ എല്ലാവരും നമ്മുടെ ആക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, അത് ഇന്ത്യൻ ഗവൺമെൻറ്റിന് തീരുമാനിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ പ്രദേശത്തെ ജനങ്ങളിൽ ആരാണ് ഇന്ത്യൻ പൗരന്മാരാകേണ്ടതെന്ന് ഇന്ത്യ ഗവൺമെൻറ് തീരുമാനിക്കുന്നു. ഉദാഹരണം പറയുന്നത് പോണ്ടിച്ചേരി ഇന്ത്യയുടെ ഭാഗമാകുമ്പോൾ ആ ഭാഗത്തെ ആൾക്കാരൊക്കെ ഇന്ത്യൻ പൗരന്മാരാക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് പ്രദേശ സംയോജനം വഴിയുള്ള പൗരത്വം എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാതെ ഒരു പൗരത്വത്തെക്കുറിച്ച് കൂടെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ അതായത് പുതിയതാണ് സംഭവം, ആസാം അക്കോർഡ് എന്നൊക്കെ നിങ്ങൾ കേട്ടു. ആസാം ഉടമ്പടിയുടെ ഭാഗത്തിൽ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരെ ഇന്ത്യൻ പൗരന്മാരാക്കുന്ന കാര്യവും നമ്മുടെ ഇതിൽ പറയുന്നുണ്ട്. പക്ഷേ അത് 1955 പൗരത്വ ഭേദഗതിയിലല്ല പറയുന്നത്, പൗരത്വ നിയമത്തിലല്ല പറയുന്നത്, അത് പിന്നീട് ഭേദഗതി ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ കാര്യം കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ആസാം ഉടമ്പടിയെക്കുറിച്ച് പറയുമ്പോൾ ആസാം ഉടമ്പടി വരുന്നത് 1985. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊന്നും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. അത് ബംഗ്ലാദേശിനൊക്കെ ഒരുപാട്
ആസാമിലേക്ക് ഒരുപാട് ആൾക്കാർ കുടിയേറുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് വന്നതാണ് ആസാം ഉടമ്പടി വരുന്ന 1985 വന്നതാണ്. ഈ സംഭവം ഇതിനെ പിന്താങ്ങിക്കൊണ്ട് നമ്മുടെ 1955 പൗരത്വ നിയമം ഭേദഗതി ചെയ്തു. 1986 ഭേദഗതി ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനാച്ചാൽ ഈ ആസാം ഉടമ്പടിക്ക് പിന്താങ്ങൽ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു, അതിനൊരു നിയമസാധുത നൽകാൻ വേണ്ടിയിട്ടായിരുന്നു 1986 എന്ത് ചെയ്തത്, പൗരത്വ നിയമ ഭേദഗതി ചെയ്തത്. അങ്ങനെ ഭേദഗതി ചെയ്തുകൊണ്ട് സെക്ഷൻ 6A എന്ന് പറയുന്ന ഒരു സെക്ഷൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ആലോചിച്ച് വയ്ക്കുക. സെക്ഷൻ 6A എന്ന് പറയുന്ന സെക്ഷൻ ഈ പറയുന്ന പൗരത്വ നിയമത്തിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു ഈ 1986. ഇതാണ് എന്ത് പറയുന്നത്, ഈ സെക്ഷൻ 6A എന്താണെന്ന് മാത്രം നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചാൽ മതി. സെക്ഷൻ 6Aയിൽ പറയുന്നത് ആസാം എന്ന് പറയുന്ന സംസ്ഥാനത്തെ അവിടുത്തെ തനത് സ്വദേശികൾ, അതായത് സ്വദേശികളായ ആൾക്കാർ, അതായത് അസാമികളായ ആൾക്കാർ, അവിടെ ഒരുപാട് ആൾക്കാർ പല ഭാഷയിൽ ജീവിക്കുന്നുണ്ട്, പക്ഷേ ആസാമിലെ ആസാമികളായ ആളുകളുടെ പൗരത്വത്തെക്കുറിച്ച് പറയുന്ന സെക്ഷനാണിത്. ഓക്കെ, അപ്പോൾ ആസാമിലെ ആസാമികളായ അവിടുത്തെ സ്വദേശികളായ ആളുകളുടെ പൗരത്വത്തെക്കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 6A ആണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇത് നമ്മുടെ പൗരത്വ നിയമത്തിലെ ഒരു സെക്ഷൻ ആണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. 1986 ഇത് ഭേദഗതി ചെയ്തത്, അങ്ങനെയാണ് ഇത് കൂട്ടിച്ചേർത്തതെന്ന് കൂടെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതിലെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 25 മാർച്ച്, ഈ ഡേറ്റ് നിങ്ങൾ ആലോചിച്ച് വെക്കണം കേട്ടോ, ഞാൻ പറയുന്നത് മാത്രം. 25 മാർച്ച് 1971 ശേഷം ആസാമിൽ വന്നവരെ ഡീപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അതായത് ഈ പറയുന്ന ഡേറ്റിന് ശേഷം ആസാമിലേക്ക് വന്ന എല്ലാ ആളുകളെയും നാട് കടത്തണം എന്ന് പറയുന്നതാണ് ഈ പറയുന്ന സെക്ഷനിൽ പറയുന്നത്. വേറെ കുറച്ച് ഡേറ്റുകളൊക്കെ പറയുന്നുണ്ട്. ബേസിക്കലി ഇത്ര മാത്രം മനസ്സിലാക്കുക. സെക്ഷൻ 6Aയിൽ പറയുന്നത് ആസാമിലെ ആസാമികളായ ആൾക്കാരുടെ പൗരത്വത്തെക്കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന ഡേറ്റ് കാണാതൊന്നും പഠിച്ചേക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഡേറ്റിന് ശേഷം ആസാമിലേക്ക് വന്ന ആളുകളെ എല്ലാവരെയും നാട് കടത്തണം, അവരെ ഡീപ്പോർട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു ചുരുക്കം എന്ന് പറയുന്നതാണ്. ഓക്കെ, അങ്ങനെ ഈ ഡേറ്റിന് ശേഷം വന്നവരൊക്കെ നാട് കടത്തണം എന്ന് പറയുന്നതിലൂടെ വന്ന മറ്റൊരു കൺസെപ്റ്റാണ് NRC എന്ന് പറയുന്നത്. ഓക്കെ, ഈ NRC പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഫോം നിങ്ങൾ അറിഞ്ഞു വയ്ക്കണം. ഞാൻ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇപ്പോൾ OCIൻ്റെ ഫുൾ ഫോമൊക്കെ ഒരു തവണ പരീക്ഷയ്ക്ക് ചോദിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഫുൾ ഫോം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ NRC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ് എന്നാണ്. പൗരന്മാരുടെ ദേശീയ രജിസ്റ്ററാണ് ഇതിൻ്റെ ഫുൾ ഫോം. നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ് ആണ് NRC. അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ പറഞ്ഞത്. ഓക്കെ, ഈ ഡേറ്റ് ഒക്കെ ഇവിടെ പറഞ്ഞത്, ഡേറ്റ് ഒന്നും പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ NRCയുടെ ഫുൾ എന്താണ്, നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺ എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, പൗരന്മാരുടെ ലിസ്റ്റിനെ കുറിച്ച് പറയുന്നതാണ് ഈ NRC. അതായത് ആരൊക്കെയാണ് പൗരന്മാർ, അപ്പോൾ പൗരന്മാരുടെ ആ പട്ടിക അല്ലെങ്കിൽ ലിസ്റ്റാണ് ഈ നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺ എന്ന് പറയുന്നത് NRC. അപ്പോൾ NRC എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, പൗരന്മാരുടെ ഒരു ലിസ്റ്റാണ് NRC എന്ന് പറയുന്നത്. ഇത് ആസാമിൽ 2 പ്രാവശ്യം നടന്നിട്ടൊക്കെ ഉണ്ട്. ആസാമിൽ മാത്രമേ ഇത് പറയുന്നത് NRC നടന്നിട്ടുള്ളൂ. ഒരു ലിസ്റ്റ് എടുക്കുകയാണ്, ആരൊക്കെയാണ് പൗരന്മാരെന്ന ലിസ്റ്റ് എടുക്കുന്നതാണ്. ഓക്കെ, അതൊക്കെ ഈ സെക്ഷൻ 6Aൻ്റെ ബാക്കി ഭാഗമായിട്ട് വന്ന സാധനങ്ങളാണ്. ഓക്കെ, അപ്പോൾ NRC എന്താണെന്ന് അറിയുന്ന സമയത്ത് നിങ്ങൾ NPRും കൂടെ ഒന്ന് അറിഞ്ഞു വെച്ചോ. ഓക്കെ, ഈ പേരൊക്കെ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതിൻ്റെ ഫുൾ ഫോം പഠിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അതൊക്കെ പറയുന്നത്. അപ്പോൾ NRC എന്താ നിങ്ങൾ പഠിച്ചു. അപ്പോൾ NPR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ NPR എന്ന് പറയുമ്പോൾ ഇത് പോപ്പുലേഷൻ ആകുമ്പോൾ പൗരന്മാരും ഉണ്ടാവും, പൗരന്മാരല്ലാത്ത വ്യക്തികളുണ്ടാവും. അപ്പോൾ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത് പൗരന്മാരും പൗരന്മാരല്ലാത്ത ആൾക്കാരും എല്ലാവരും ഉൾപ്പെടുന്ന ഒരു രജിസ്റ്ററാണ്, ഒരു ലിസ്റ്റാണ് എന്ന് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഫോം ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത് നോക്കിയേ, പ്രതിജ്ഞ. അതായത് പ്രധാനമായിട്ടും രജിസ്ട്രേഷൻ വഴി പൗരത്വം നേടുന്നവരും അതേപോലെ ചിരകാല അധിവാസം വഴി പൗരത്വം നേടുന്നവരും എന്ത് ചെയ്യണം, ഈ പറയുന്ന പ്രതിജ്ഞ, പൗരത്വ പ്രതിജ്ഞ എടുക്കണം. ഇത് പൗരത്വ നിയമ 1955 പൗരത്വ നിയമത്തിലെ ഷെഡ്യൂൾ 2 ഈ പ്രതിജ്ഞയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ പൗരത്വം നേടുന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇനി ഈ പറയുന്ന 55 നിയമത്തിൽ പൗരത്വം നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. എങ്ങനെയാണ്? 3 തരത്തിലാണ് പൗരത്വം നഷ്ടപ്പെടുന്നത്. ഒന്ന് പരിത്യാഗം, നമ്മൾ ത്യജിക്കുകയാണ്. മറ്റേത് പൗരത്വ റദ്ദ് ചെയ്യലാണ്. മറ്റേത് പൗരത്വ അപഹരണമാണ്. അപ്പോൾ പരിത്യാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായപൂർത്തിയായ ഒരു ഇന്ത്യൻ പൗരന് സ്വമേധയാ തൻ്റെ പൗരത്വം ഉപേക്ഷിക്കുന്നതിനെ പറ്റി പ്രഖ്യാപിക്കാം. അതായത് 18 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാൾക്ക് ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കണമെങ്കിൽ അയാൾക്കത് പ്രഖ്യാപിക്കാൻ സാധിക്കും. അതാണ് നമ്മൾ സ്വയം ത്യജിക്കുന്നതാണ്. പൗരത്വം റദ്ദ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു ഇന്ത്യൻ പൗരൻ സ്വമേധയാ മറ്റൊരു രാജ്യത്തിൻ്റെ പൗരത്വം നേടുമ്പോൾ ആ വ്യക്തിക്ക് ഇന്ത്യൻ പൗരത്വം സ്വയമേവില്ല. നമ്മൾ പറഞ്ഞു, അതായത് ഇപ്പോൾ ഒരാൾ ഓസ്ട്രേലിയയിൽ പോയിട്ട് ഓസ്ട്രേലിയൻ്റെ പൗരത്വം കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ ഇന്ത്യൻ പൗരത്വം ഓട്ടോമാറ്റിക്കലി ഇല്ലാതെയാവുമെന്ന് പറയുന്നതാണ് പൗരത്വം റദ്ദ് ചെയ്യൽ. ഇനി പൗരത്വാപഹരണം എന്ന് പറയുന്നത്, ഇതിൽ പൗരത്വം കേന്ദ്ര സർക്കാർ നിർബന്ധമായി, അപ്പോൾ നമ്മുടെ പൗരത്വം നമുക്ക് നൽകുന്നതും പൗരത്വം റദ്ദ് ചെയ്യുന്നതും ഒക്കെ ആരാണ്? കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാരിന് എടുത്തു പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയുന്നതാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് ചുരുക്കി പറയാം, നമുക്ക് എന്ത് പറയാം? കേന്ദ്ര സർക്കാരാണ് പൗരത്വം നൽകുന്നതും പൗരത്വം ഇല്ലാതാക്കുന്നതൊക്കെ ആരാണ്? കേന്ദ്ര സർക്കാരാണ് അതൊക്കെ നോക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നത് പാർലമെൻറ്റാണ്. ഓക്കെ, അപ്പോൾ പൗരത്വം കേന്ദ്ര സർക്കാർ നിർബന്ധിതമായി റദ്ദാക്കുന്നതാണ് പൗരത്വാപഹരണം പറയുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ട്, ജസ്റ്റ് ഞാൻ ഒന്ന് പറയാം. അതായത് ഒരാൾ പൗരത്വം നേടിയത് ഏതെങ്കിലും ഒരു ഫ്രോഡ് പരിപാടിയിൽ ഏതെങ്കിലും വഞ്ചനയിലൂടെയാണ് നേടിയതെങ്കിൽ അയാളുടെ പൗരത്വം കേന്ദ്ര സർക്കാർക്ക് നിർബന്ധമായിട്ട് റദ്ദാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഭരണഘടനയോട് വിശ്വാസ്യത പുലർത്താതിരിക്കുന്ന ഒരാൾക്ക് ഒരാളുടെ പൗരത്വം വേണമെങ്കിൽ റദ്ദ് ചെയ്യാൻ സാധിക്കും. അതേപോലെ യുദ്ധസമയത്ത് നമ്മുടെ ശത്രു രാജ്യത്തിനെ നമ്മുടെ രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്ന പരിപാടിയൊക്കെ ചെയ്യുന്നവരെ നമുക്കങ്ങനെ പൗരത്വം നഷ്ടപ്പെടുത്താൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു പൗരൻ തുടർച്ചയായി 7 വർഷം ഇന്ത്യക്ക് പുറത്ത് താമസിക്കുകയാണ്, ഒരു വർഷം, അതായത് തുടർച്ചയായിട്ട് ഒരു ഇന്ത്യൻ പൗരൻ 7 വർഷം തുടർച്ചയായിട്ട് ഇന്ത്യക്ക് പുറത്ത് താമസിക്കുകയാണെങ്കിൽ അയാളുടെ പൗരത്വം നമുക്ക് കേന്ദ്ര സർക്കാരിന് വേണമെങ്കിൽ റദ്ദ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് അതിൽ പറയാനുള്ളത്. ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് പൗരത്വ ഭേദഗതി നിയമം 2019 നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്? പൗരത്വ ഭേദഗതി നിയമത്തിൽ പ്രധാനമായിട്ടും പറയുന്നത് 2014 ഡിസംബർ 31 അതിനു മുമ്പോ, ഓക്കെ, അപ്പോൾ 2014 ഈ ഡേറ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. 2014 ഡിസംബർ 31 അതിനു മുമ്പോ ഇന്ത്യയിൽ പ്രവേശിച്ച ഈ പറയുന്ന 3 രാജ്യങ്ങളിൽ നിന്നുള്ള മതന്യൂനപക്ഷ വിഭാഗങ്ങളെ അനധികൃത കുടിയേറ്റക്കാരായി കരുതുന്നതിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് പൗരത്വം നൽകാൻ വേണ്ടിയുള്ള ഒരു ഭേദഗതിയായിരുന്നു 2019 കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ 2014 ഡിസംബർ 31 അതിനു മുമ്പ് ഇന്ത്യയിൽ പ്രവേശിച്ച ഈ പറയുന്ന 3 അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള മതന്യൂനപക്ഷങ്ങളായ ആളുകൾക്ക് അവരെ അനധികൃത കുടിയേറ്റക്കാരായി കരുതാതെ അവർക്ക് പൗരത്വം നൽകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു എന്ത് പറയുന്നത് 2019 പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് നമ്മുടെ 3 അയൽ രാജ്യങ്ങളായിട്ടുള്ള പറഞ്ഞത്? പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ. ഇവിടങ്ങളിൽ നിന്നുള്ള ഈ പറയുന്ന 3 അയൽ രാജ്യങ്ങളിൽ നിന്ന് 6 മതത്തിൽപ്പെട്ട ആൾക്കാരെയാണ് ഈ രീതിയിൽ പരിഗണിച്ചിട്ടുള്ളത്. ഹിന്ദുക്കൾ, സിഖുകാർ, ബുദ്ധമതക്കാർ, ജൈനന്മാർ, പാർസികൾ, ക്രിസ്ത്യാനികൾ. അപ്പോൾ ഈ 6 മതത്തിൽപ്പെട്ട അനധികൃത കുടിയേറ്റക്കാർക്ക് ഇന്ത്യൻ പൗരത്വം നേടുന്നത് എളുപ്പമാക്കുന്നുള്ള നിയമമായിരുന്നു എന്ത് ഈ പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചു, ചിരകാല അധിവാസം മുഖേനയുള്ള പൗരത്വത്തിൽ ഒരു വ്യക്തി 11 വർഷം ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ പറയുന്ന രീതി ചിരകാല അധിവാസം മുഖേന പൗരത്വം നേടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അയാൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ പറഞ്ഞു. അപ്പോൾ 11 വർഷം ഇന്ത്യയിൽ തുടർച്ചയായി ജീവിച്ച ഒരാൾക്ക് ചിരകാല അധിവാസം മുഖേന പൗരത്വത്തിന് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കുള്ളൂ. ആ 11 വർഷം എന്ന് പറയുന്നത് ഈ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് കുറച്ചിട്ട് 5 വർഷമാക്കി കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ പൗരത്വത്തിനായി ഈ പറയുന്ന വ്യക്തികൾക്ക്, ഈ പറയുന്ന 6 മതത്തിൽപ്പെട്ടവർക്ക്, ഈ പറയുന്ന 3 രാജ്യങ്ങളിൽ നിന്ന് 6 മതത്തിൽപ്പെട്ട് ഈ ഡേറ്റിനോ അതിന് മുൻപോ വന്ന ആളുകൾക്ക് അവർ കുറഞ്ഞ അവരുടെ എന്ത് മതി 5 വർഷം അവർ ഇന്ത്യയിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പൗരത്വത്തിന് അപേക്ഷിക്കാമെന്നാക്കി. 11 വർഷം കുറച്ചിട്ട് 5 വർഷമാക്കി കൊടുത്തു. ഇനി ഈ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ച് നമ്മൾ പറഞ്ഞു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്, ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്നു അമിത്ഷാ ആയിരുന്നു ഈ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ലോക്സഭ അംഗീകരിച്ചത് എന്നാണ് 2019 ഡിസംബർ 10 രാജ്യസഭ ഇത് അംഗീകരിച്ചത് 2019 ഡിസംബർ 11 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നത് 2019 ഡിസംബർ 12 അതായിരുന്നു രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ പറയുന്ന 2019 ഡിസംബർ 11 ഇത് പാസ്സാക്കിയതെന്ന് പറയാം അല്ലേ? ലോക്സഭ പാസ്സാക്കി, രാജ്യസഭ പാസ്സാക്കി കഴിഞ്ഞാൽ ബില്ല് പാസ്സാക്കി എന്ന് പറയാം. പിന്നീട് ഈ ബില്ല് പാസ്സാക്കിയ ബില്ല് ഒരു നിയമമാകണമെങ്കിൽ അത് രാഷ്ട്രപതി ഒപ്പിടണം. ഓക്കെ, അപ്പോൾ ബില്ല് പാസ്സാക്കിയത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? 2019 ഡിസംബർ 11 പറയാം. എന്നാണ് ഇത് നിയമമായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2019 ഡിസംബർ 12 പറയാം. അല്ലെങ്കിൽ എന്നാണ് രാഷ്ട്രപതി അംഗീകരിച്ചത്? ഇനി ഇതെന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് പറയാം? 2020 ജനുവരി 10 ഈ പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നത്. ഓക്കെ, പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസ്സാക്കിയ ആദ്യ സംസ്ഥാനമായിരുന്നു കേരളം. ഇതിൻ്റെ ഒരുപാട് കറണ്ട് അഫയേഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ആ സമയത്ത്. ഇതിപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, കാരണം വർഷം ഒരുപാടായില്ലേ, 2-3-4 വർഷം കഴിഞ്ഞതുകൊണ്ട് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ കേരളത്തിൻ്റെ കാര്യമായതുകൊണ്ട് അതൊന്നും ആലോചിച്ച് നോക്കിയാൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസ്സാക്കിയ ആദ്യ സംസ്ഥാനമായിരുന്നു കേരളം.
അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കോടതിയെ സമീപിച്ച ആദ്യ സംസ്ഥാനം കൂടെയായിരുന്നു കേരളം എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഏത് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിനായി അനധികൃത കുടിയേറ്റക്കാരുടെ പട്ടിക തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനം ഉത്തർപ്രദേശ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതേപോലെ പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച് അഭിനന്ദന പ്രമേയം പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ഗോവയാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ CAA, നമ്മുടെ എന്താണ് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട്, CAA, പൗരത്വ ഭേദഗതി നിയമം. അതേപോലെ NRC ഞാൻ പറഞ്ഞു, NPR എന്താണെന്ന് പറഞ്ഞു. ഇവയ്ക്കെതിരെ സംയുക്ത പ്രമേയം പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം രാജസ്ഥാനാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അല്ലേ, കേട്ടില്ല? അതേപോലെ തന്നെ എന്താണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസ്സാക്കിയ ആദ്യത്തെ കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരിയാണെന്ന് കേട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസ്സാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല കാലടിയാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ഇതൊന്നും ഇപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, കാരണം കറണ്ട് അഫെയർ ആയിരുന്നു അന്ന്. ഓക്കെ, അപ്പോൾ ഇന്ന് ഈ പറയുന്ന ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. എന്നാണ് പാസ്സാക്കിയതെന്ന് ചോദിക്കുമ്പോൾ 2019 ഡിസംബർ 11 രാഷ്ട്രപതി അംഗീകരിച്ച് തൊട്ടടുത്ത ദിവസം. നിലവിൽ വന്ന ഡേറ്റ് ആലോചിച്ച് വയ്ക്കുക. ഓക്കെ, പിന്നെ ഈ പറയുന്ന ഡേറ്റ് ആലോചിച്ച് വയ്ക്കുക. ഈ പറയുന്ന 6 മതങ്ങളുടെ പേര് ആലോചിച്ച് വയ്ക്കുക. ഈ പറയുന്ന 3 രാജ്യങ്ങളുടെ പേര് ആലോചിച്ച് വയ്ക്കുക. ഇത് 5 വർഷമായി കുറച്ചു എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. ഇനി ഒരു വ്യക്തിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദ് ചെയ്യാനുള്ള അധികാരം ആർക്കാണെന്ന് വെച്ചാൽ ഇന്ത്യ ഗവൺമെൻറ്റിനാണ്. നമ്മൾ പറഞ്ഞു ചിരകാല അധിവാസം മുഖേന 1951 ഇന്ത്യൻ പൗരത്വം നേടിയ വ്യക്തിയായിരുന്നു മദർ തെരേസ. അപ്പോൾ നമ്മൾ പറഞ്ഞു ചിരകാല അധിവാസം മുഖേന. അതേപോലെ ചിരകാല അധിവാസം മുഖേന തന്നെ 1989 ഇന്ത്യൻ പൗരത്വം നേടിയ വ്യക്തിയായിരുന്നു ലാറി ബേക്കർ. ഇദ്ദേഹം വാസ്തുവിദ്യ പ്രഗത്ഭനായ വ്യക്തിയായിരുന്നു വാസ്തുവിദ്യയിൽ. അപ്പോൾ ലാറി ബേക്കർ. ഓക്കെ, അത്തരം കാര്യങ്ങളാണ് പൗരത്വത്തെക്കുറിച്ച് പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ മുൻ വർഷ ചോദ്യങ്ങളൊന്ന് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വം വിശദീകരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചു. നമ്മൾ പഠിച്ചു. ഏതാണ്? 5 മുതൽ 11 വരെയാണ് നമ്മൾ പഠിച്ചു. ഞാൻ അടുത്ത് നോക്കിയേ, ഭരണഘടനാ വ്യവസ്ഥകൾ പ്രകാരം ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് അടിസ്ഥാനമല്ലാത്ത മാനദണ്ഡം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1950 ജനുവരി 26 ശേഷം ഇന്ത്യൻ ഭൂപ്രദേശത്ത് ജനിച്ച വ്യക്തിയായിരിക്കണം. മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരനായിരിക്കണം. ആ കാര്യം നമ്മളെവിടെ പഠിച്ചിട്ടുണ്ടല്ലേ? നമ്മൾ പഠിച്ചു. അത് ആർട്ടിക്കിൾ 5 പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരനായിരിക്കണം. അതേപോലെ ബൈ ബർത്തിൽ ഇതൊക്കെ പറയുന്നുണ്ട്. നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഈ പറയുന്ന ജസ്റ്റ് പോയിന്റ് മാത്രം ആലോചിക്കുക. ഞാൻ ബൈ ബർത്തിൽ അത് മീൻസ് നമ്മൾ ആദ്യം പറഞ്ഞ ആർട്ടിക്കിൾ 5 ഇത് പറഞ്ഞതുകൊണ്ട് പിന്നെ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ 18 വയസ്സ് പൂർത്തിയായിരിക്കണം നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ ഒരു സംഭവം നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ 5 വർഷമോ അതിലധികമോ കാലമായി ഇന്ത്യൻ ഭൂപ്രദേശത്ത് താമസിക്കുന്ന ആളായിരിക്കും. ഇത് നമ്മൾ ആർട്ടിക്കിൾ 5 പറഞ്ഞാണ്. 5 വർഷമോ അതിലധികമോ കാലമായി ഇന്ത്യൻ ഭൂപ്രദേശത്ത് താമസിക്കുന്ന ആളായിരിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരനായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ആ പറയുന്ന വ്യക്തി ഇന്ത്യയിൽ ജനിച്ച വ്യക്തിയായിരിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടല്ലോ? ഓക്കെ, അപ്പോൾ ഈ 18 വയസ്സ് പൂർത്തിയായിരിക്കണം നമ്മൾ എവിടെയും കേട്ടിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഉത്തരം C എഴുതാൻ പറ്റും. ഇതാണ് നമ്മുടെ PSCയുടെ ആൻസർ. കീഴിൽ C ആയിരുന്നു ഉത്തരമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് 1950 ജനുവരി 26 ശേഷം ഇന്ത്യൻ ഭൂപ്രദേശത്ത് ജനിച്ച വ്യക്തിയായിരിക്കണം. ശേഷമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് 1955 കാര്യത്തിലാണ് പറഞ്ഞത്. പക്ഷേ ഭരണഘടനാ വ്യവസ്ഥകൾ എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ശേഷം എന്ന് പറയുന്ന വാക്ക് അത്രത്തോളം ഇവിടെ അനുയോജ്യമല്ല. പക്ഷേ PSCയുടെ ആൻസർ കീ ഇതായിരുന്നു. C ആണ് ഉത്തരം. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി അടുത്ത് നോക്കിയേ, പൗരത്വ ഭേദഗതി നിയമം പാസ്സാക്കിയതെന്നാണ് ചോദിച്ചത്. അപ്പോൾ പാസ്സാക്കിയത് നമ്മൾ പറഞ്ഞു. പാർലമെൻറ്റ് പാസ്സാക്കിയ അവസാനം പാസ്സാക്കിയത് രാജ്യസഭയായിരുന്നു. രാജ്യസഭ പാസ്സാക്കിയ ഡേറ്റ് എന്ന് പറയുന്നത് 2019 ഡിസംബർ 11 2023 നടന്നൊരു പരീക്ഷയ്ക്കാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത് നോക്കിയേ, താഴെ തന്നിരിക്കുന്നവയിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഇതിപ്പോൾ ലാസ്റ്റ് 2024 നടന്നൊരു പരീക്ഷയുടെ ചോദ്യമായിരുന്നു. OCI എന്നതിൻ്റെ പൂർണ്ണരൂപം ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ എന്നാണ് നമ്മൾ പറഞ്ഞത്. ഭരണഘടനയുടെ 2ാം ഭാഗത്ത് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 2ാം ഭാഗത്ത് തന്നെയാണ് പ്രതിപാദിക്കുന്നത്. ഭരണഘടനയുടെ 6 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 6 മുതൽ 11 വരെ എന്ന് പറയുമ്പോൾ 5 മുതൽ 11 വരെയുള്ള നമ്മുടെ തെറ്റിദ്ധരിക്കരുത്. 6 മുതൽ 11 വരെയും എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? പൗരത്വത്തെക്കുറിച്ച് തന്നെയല്ല പ്രതിപാദിക്കുന്നത്, വേറെ ഒന്നിനെക്കുറിച്ചുമല്ലോ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇന്ത്യക്കാർക്ക് നേപ്പാൾ സന്ദർശിക്കാൻ വിസ ആവശ്യമില്ല. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇന്ത്യക്കാർക്ക് നേപ്പാൾ സന്ദർശിക്കാൻ വിസ ആവശ്യമില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് B ആണ്. ഓക്കെ, എല്ലാം ശരിയാണ്. അതും കൂടെ ആലോചിച്ച് വെച്ചോ. ഭൂട്ടാൻ, അതേപോലെ നേപ്പാൾ, ഈ പറയുന്ന രാജ്യങ്ങളൊന്നും സന്ദർശിക്കാൻ ഇന്ത്യക്കാർക്ക് വിസയുടെ ആവശ്യമില്ല. അതുപോലെ തന്നെ നോർത്ത് അമേരിക്കൻ കൺട്രിയായ, അതായത് കരീബിയൻ രാജ്യമായ
ബാർബഡോസ് എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്. ഈ പറയുന്ന രാജ്യത്ത് സന്ദർശിക്കാനും ഇന്ത്യക്കാർക്ക് വിസ വേണ്ട. പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാറ്റഗറീസും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഈ പറയുന്ന 3 രാജ്യങ്ങളും ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇതുവരെ പുതിയ പാറ്റേൺ പരീക്ഷയിൽ ഇതുവരെ ഇതിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രമാണ്, പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ക്ലാസ് കേൾക്കുക, റിപ്പീറ്റ് ചെയ്തൊന്ന് നോട്ട് വായിക്കുക. നോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.